തിരുവനന്തപുരം നഗരസഭാ മേയർ തെരഞ്ഞെടുപ്പിൽ CPM മത്സരിക്കും. CPMന്റെ RP ശിവജിയാണ് മത്സരിക്കുക. മാറി നിൽക്കുന്നതിന് ഗുണം ചെയ്യില്ലെന്ന് വിലയിരുത്തലിനെ തുടർന്നാണ് തീരുമാനം. തിരുവനന്തപുരം നഗരസഭയിലെ തോൽവിക്ക് കാരണം സംഘടനാ വീഴ്ചയെന്നും ഉത്തരവാദിത്തപ്പെട്ടവർ പ്രവർത്തിച്ചില്ല എന്നും ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിമർശനം. വിശദാംശങ്ങളുമായി MS വീണ ചേരുകയാണ്. വീണ, CPM മേയർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നൊപ്പം തോൽവിയിൽ ഏത് തരത്തിലാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ? KP സുരേഷ് കുമാർ 50 സീറ്റുകളുടെ വൻ ഭൂരിപക്ഷത്തോടുകൂടി ചരിത്ര നിമിഷം സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ് BJP ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയിലെ അധികാരത്തിലേക്ക് ഏറിയിരിക്കുന്നത്. ഒരുപാട് പ്രതീക്ഷകളും ഒപ്പം തന്നെ വികസന പദ്ധതികളുടെ യാഥാർത്ഥ്യമായിരിക്കും ഇനിയുള്ള 5 വർഷം തലസ്ഥാന വാസികൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള മേയറിനെ തിരഞ്ഞെടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കടമ്പ കൂടി നിലനിൽക്കുന്നുണ്ട്. BJP തന്നെയാകും അതുമായി ബന്ധപ്പെട്ടുള്ള മേയറിനെ തിരഞ്ഞെടുക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. BJPയുടെ ഒരു കൗൺസിലർ തന്നെയായിരിക്കും മേയർ കസേരയിലേക്ക് എത്തുക. എന്നാൽ മത്സരത്തിൽ നിന്ന് വിട്ടുനിന്നാൽ 4 പതിറ്റാണ്ട് ഭരിച്ചിരുന്ന CPMന് അത് വലിയ തരത്തിലുള്ള തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. കൗൺസിലറായ ശിവജി ആയിരിക്കും മേയർ സ്ഥാനാർത്ഥിയാകുക എന്നുള്ള വിവരങ്ങളാണ് ഉണ്ടാവുക. സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനം 24-ാം തീയതി ഉണ്ടാകുമെന്നാണ് CPM കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ചേർന്ന CPM ജില്ലാ സെക്രട്ടേറിയറ്റിലാണ് ഈ സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഗുരുതര വീഴ്ചയുണ്ടായി എന്നുള്ള വിമർശനം ഉയർന്നിരിക്കുന്നത്. അതായത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കനത്ത പരാജയമാണ് CPMന് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നത്. മേയർ ആര്യ രാജേന്ദ്രൻ അടക്കമുള്ളവർ പല തവണ പറഞ്ഞുകൊണ്ടിരുന്നത് തങ്ങൾക്ക് തുടർഭരണം ഉണ്ടാകുമെന്നുള്ള അവകാശവാദങ്ങൾ ഉന്നയിച്ചുവെങ്കിൽ പോലും ഈ സംഘടനാ പ്രവർത്തനത്തിലെ കെട്ടുറപ്പില്ലായ്മയാണ് ഇപ്പോഴത്തെ തോൽവിക്ക് കാരണമായെന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. അതായത് കൃത്യമായിട്ടുള്ളൊരു ചുമതലപ്പെടുത്തിയവർ അത് കൃത്യമായി പ്രവർത്തിച്ചില്ല, സംഘടനാ പ്രവർത്തനം കൃത്യമായി താഴെത്തട്ടിലേക്ക് എത്തിയിട്ടില്ല. അതിൻ്റെ ഒരു തിരിച്ചടിയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായതെന്നുള്ളതാണ്. വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും അമിത ആത്മവിശ്വാസം പരാജയത്തിലേക്ക് നയിച്ചു എന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വിമർശനം ഉയർന്നിരിക്കുന്നത്. പല പ്രവർത്തകരും, അതായത് ചുമതലപ്പെടുത്തിയ പല പ്രവർത്തകരും കൃത്യമായി പ്രവർത്തിച്ചില്ലെന്നും ഇന്ന് ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിമർശനം ഉയർന്നു. KP സുരേഷ്. വീണയാണ് വിവരങ്ങൾ നൽകിയത്.